ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കിച്ചൺ ടിപ്സുകളാണ്. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ കിച്ചൺ ടിപ്സുകൾ കിട്ടുന്നത്. ആദ്യം തന്നെ 2-3 ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. അതിൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചിരവി ഉണ്ടാവില്ലേ, അതിൽ നിന്ന് തന്നെ കുറച്ച് ഈ തേങ്ങാപ്പാൽ എടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഒരു 2 ഞെക്ക് തേങ്ങാപ്പാൽ എടുത്താൽ മതി. അതിൻ്റെ ബാക്കി നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ കറിയിലേക്കോ മറ്റൊന്ന് ഉപയോഗിക്കുകയും ചെയ്യാം. അത് കുറച്ച് അതിലേക്ക് കുറച്ച് പിഴിഞ്ഞെടുക്കണം. ചില സമയത്ത് നമ്മൾ വെയിൽ കൊണ്ടാലും അല്ലെങ്കിലൊക്കെ മുഖം ഇരുണ്ട് കരിവാളിച്ച പോലെ ഇരിക്കുമല്ലോ, അത് ഒഴിവാക്കാനാണ് ഈ ടിപ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇത് ഉപയോഗിക്കണം. ഇതിട്ട് നമുക്ക് എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും പരിപാടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സമയത്തും ഈ മിശ്രിതം തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് നമുക്ക് പോകാവുന്നതാണ്. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മുടെ അരിപ്പൊടിയില്ലേ അതും കൂടി 3 കൂടി, അതായത് തേങ്ങാപ്പാൽ, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി എന്നിവ 3 കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിക്കണം. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അടുത്ത ടിപ്പ്, ഈ എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചിടണം. ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. അതുമല്ല, കാലക്രമേണ നമ്മുടെ മുഖം ചുളിവുകൾ വരാതിരിക്കാനും ഇത് പറ്റും. ഇനി എണ്ണ പറ്റാത്തവർക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം കേട്ടോ. അടുത്തത്, നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന സമയത്ത് തക്കാളി ഉണ്ടാവില്ലേ, പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ. ഇവിടെ പഴുപ്പ് കുറഞ്ഞതാണ് എൻ്റെത്. അത് മുറിച്ചിട്ട് അതിനുള്ളിലെ നീരൊക്കെ പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ആക്കണം. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ തക്കാളിയിലെ നീര് നല്ലോണം നമ്മുടെ മുഖത്താവണം കേട്ടോ. അതും ഇതേപോലെ തന്നെ ആഴ്ചക്ക് 1-2 പ്രാവശ്യം ചെയ്താൽ മതി. നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് തിളങ്ങും. അടുത്ത ടിപ്പ്, ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പേസ്റ്റില്ലേ, നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റ് കുറച്ച് പിഴിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കണം. ഈ അപ്പക്കാരം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, പതഞ്ഞ് വരുന്നത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വീട്ടിൽ അധിക സ്ഥലത്തും ഉണ്ടാകുന്നതാണെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ കൂറ, പാറ്റ എന്നിവയൊക്കെ ശല്യം. ആ ശല്യം തീർക്കാനാണ് ഇങ്ങനെ ഒരു മിക്സ് തയ്യാറാക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ പേസ്റ്റും അപ്പക്കാരും നാരങ്ങനീരും വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല സാനിറ്റൈസർ ഉപയോഗിക്കുന്ന സ്പ്രേ ബോട്ടിൽ, അതേപോലത്തെ ചെറിയൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഈ നാരങ്ങനീരിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ആ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ആ മിക്സ് നമ്മൾ രാത്രി പണിയൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പും അടുപ്പൊക്കെ തുടച്ചിട്ടതിന് ശേഷം ഈ സ്പ്രേ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അടുപ്പിൻ്റെ മുകളിലും ഈ കൗണ്ടർ ടോപ്പിലും നമ്മുടെ സിങ്കിലും ഒക്കെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി നമ്മളെല്ലാവരും കിടന്നുറങ്ങിയതിന് ശേഷം പാറ്റൻ്റെയും ഈച്ചൻ്റെയും അങ്ങനത്തെ എല്ലാ സാധനത്തിൻ്റെയും ശല്യം ഉണ്ടാവില്ലേ, അപ്പോൾ അത് വരാതിരിക്കാനാണ് ഇങ്ങനത്തെ ഒരു സ്പ്രേ ഉണ്ടാക്കി വെച്ചാൽ ഡെയിലി നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഈ മിക്സ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. ഈ അയലത്ത് വരില്ല പാറ്റയും കൂറയും ഒക്കെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് സാധാരണ മല്ലി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ വറുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണല്ലോ ഇതിനുണ്ടാവുക. പച്ച മല്ലിനേക്കാളും നല്ലൊരു സ്മെല്ല് കൂടുതലാണ് ഈ വറുത്തെടുക്കുമ്പോൾ. അത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിക്കേണ്ട ചെറുതായിട്ടൊരു തരി ഉണ്ടായിരിക്കണം കേട്ടോ. അത് ഇനി നമ്മൾ ചെറിയ കുറച്ച് ഒരു 3-4 പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇതാകൊണ്ട് ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ പാറ്റയും കൂറയൊക്കെ വരികയെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് കണക്കാക്കിയിട്ട് വേണം പാത്രത്തിലേക്ക് എടുത്ത് വെക്കാൻ. വല്ലാത്തൊരു സ്മെല്ലാണല്ലോ ഈ മല്ലീൻ്റെ. ആ മല്ലീൻ്റെ സ്മെല്ല് കാരണം പാറ്റയും കൂറൊക്കെ ഓടിപ്പോയിക്കോളും. അത് നമ്മൾ പാത്രങ്ങൾ വെക്കുന്നിടത്ത് സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം ഉണ്ടാവില്ല, കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ, അതേപോലെ ക്യാബിൻ്റെ അടിയിൽ, ഷോക്കേസിൽ, അങ്ങനത്തെ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇത് ഒരു പാത്രത്തിലാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ ഒരു വല്ലാത്തൊരു സ്മെല്ല് കൊണ്ട്
ആ പാറ്റയും കൂറയൊക്കെ പോയിക്കോളും. അതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പരിപാടികൾ നമ്മൾ ഈ മല്ലി വെക്കുന്ന ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ വീട്ടിൽ പാറ്റയുടെയും ഈച്ചയുടെയും അതേപോലെ പ്രാണി കൂറ അങ്ങനത്തെ ഒന്നിൻ്റെ ശല്യം ഉണ്ടാവില്ല. അതിൻ്റെ രൂക്ഷഗന്ധം കൊണ്ട് തന്നെ അവർ പോയിക്കോളും. ഇനി അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങ നീരിൻ്റെ പകുതി എടുത്തിട്ട് അതിലേക്ക് പേസ്റ്റ് ഇട്ടിട്ട് ഈ ഗ്യാസ് അടുപ്പിൻ്റെ ആ സ്റ്റീൽ ഭാഗമൊക്കെ ഇല്ലേ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. സ്റ്റീൽ ഭാഗത്ത് മാത്രമല്ല അടുപ്പ് മൊത്തത്തിലായി തേച്ച് പിടിപ്പിച്ചാലും നല്ലതാണ്. ഇത് ആ സ്റ്റീലിലൊക്കെ നന്നായിട്ട് തിളങ്ങും. ഇങ്ങനെ പേസ്റ്റും നാരങ്ങ നീരൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായി ഉരച്ചെടുത്താൽ നല്ലൊരു ക്ലീനായി കിട്ടും. ഈ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു നനഞ്ഞൊരു ടവൽ ഉപയോഗിച്ചിട്ട് അത് തുടച്ച് മാറ്റി കൊടുക്കണം. ഇപ്പോൾ കണ്ട നല്ല ക്ലീൻ ആയിട്ടില്ലേ? ഇനി അടുത്ത ടിപ്പ് വെച്ചാൽ ഈ മട്ടരി നല്ല വേവുള്ള മട്ടരി അല്ലേ, എപ്പോഴും നമുക്ക് നല്ല ബുദ്ധിമുട്ടാണല്ലോ അത് വെന്ത് കിട്ടാൻ. അതിനായിട്ട് നമ്മൾ ഈ അരി എടുത്ത് വെച്ചതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3/4 മണിക്കൂറോ ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നന്നായിട്ട് ഈ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിരുന്നാൽ മതി. അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിയിട്ട് ചോറ് വെക്കാവുന്നതാണ്. എന്നതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്താൽ പാകത്തിന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ മീൻ ഇറച്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മുറിച്ചതിന് ശേഷം നമ്മളെ കൈയൊക്കെ വല്ലാത്തൊരു സ്മെല്ലല്ല ഉണ്ടാവുക. അതിനിതായി അടുക്കളയിൽ നിന്ന് തന്നെയുള്ള ഒരു ഉപകാരപ്രദമായ ഒരു ടിപ്പാണിത്. ഈ നമ്മൾ അരി കഴുകി വെക്കുന്ന മീൻ കഴുകുന്നതിന് മുമ്പ് തന്നെ അരി കഴുകിയ വെള്ളമൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. നന്നായിട്ട് കഴുകിയ ഫസ്റ്റിലെ വെള്ളമില്ലേ, അതിന് ഏത് അരി ആയാലും മട്ടായാലും എല്ലാ അരി ആയാലും പ്രശ്നമില്ല, പച്ചരി വരെ എടുക്കാം നമുക്ക്. ആ വെള്ളം നമ്മൾ എടുത്ത് വെക്കുക. എന്നതിന് ശേഷം മീൻ മുറിച്ചതിന് ശേഷം നമ്മൾ കൈ കഴുകുന്ന സമയത്ത് ഈ അരി കഴുകിയ വെള്ളം ഉപയോഗിച്ചിട്ട് 2 കൈയും നന്നായി കഴുകിയെടുത്താൽ മതി. ഒരുവിധ ഉളുമ്പും നാറ്റോ അങ്ങനത്തെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല നമ്മളെ കൈകൾക്കൊന്നും. ഇത് സ്ഥിരമായി ചെയ്യാം. നമ്മൾ ഒരു 1-2 പ്രാവശ്യം ചെയ്താൽ പിന്നെ നമുക്ക് അത് ശീലമായിക്കോളും. ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. കുറച്ച് അരി കഴുകുമ്പോൾ തന്നെ വെള്ളം എടുത്ത് വെക്കും. പിന്നെ അതേപോലെ തന്നെ ചോറ് വേവുന്ന സമയത്ത്, അതായത് തിളച്ച് വരുന്ന സമയത്ത് ഈ ചോറിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ ഈ ചോറിനൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. കറികൾ കൂട്ടി തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മളെല്ലാവരും ഈ ഓംലേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ. അതിലേക്ക് കോഴിമുട്ടയിലേക്ക് ഉള്ളി, പച്ചമുളക്, ഉപ്പ് എന്നിവയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. ആ പാലൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കിയെടുത്താൽ വല്ലാത്തൊരു ടേസ്റ്റാണ് ആ ഓംലേറ്റിന്. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ, വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ആ പാല് കൂടി ചേർത്താൽ. നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ ഈ പാന് ചൂടായി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഓംലേറ്റ് ഉണ്ടാക്കണം കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ. അതേപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഓംലേറ്റ് ഉണ്ടാക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. മീഡിയം ഫ്ലെയിമിലിട്ടാൽ നല്ലൊരു ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് പൊരിക്കുന്നതിൻ്റെ അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അതിന് പുറത്തുനിന്നുള്ളൊരു ചിലവുമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അതിന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കോഴിമുട്ട പുഴുങ്ങുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഇത് പൊട്ടി നാശാവാറില്ലേ, അത് വരാതിരിക്കാനും പെട്ടെന്ന് തൊലി കളയാനുമായിട്ട് കുറച്ച് കല്ലുപ്പും കുറച്ച് സുർക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ കോഴിമുട്ട വേവിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടും. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.